മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുവത്ത എന്ന കിതാബിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, മാ റുഇയ ശൈത്താനു യൗമൻ ഹുവ ഫീഹി അസ്ഗറ വലാ അദ്ഹറ വലാ അഹ്ഖറ വലാ അഗ്യള മിൻഹു ഫീ യൗമി അറഫഹ. ശൈത്താൻ ഏറ്റവും കൂടുതൽ മോശപ്പെട്ടവനായി, ഏറ്റവും നീചനായി, വളരെ നിസാരനായി, ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചവനായി കാണപ്പെടുന്നൊരു ദിവസം അത് അറഫാ ദിവസം പോലെ മറ്റൊരു ദിവസമില്ല. അറഫാ ദിവസമാണ് ശൈത്താൻ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന, ഏറ്റവും നിസാരനായി പോകുന്ന ദിവസം. എന്തുകൊണ്ട്? വമാ ദാക ഇല്ലാ ലിമാ റഅ മിൻ തനസ്സുലിർ റഹ്മതി വതജാവുസില്ലാഹി അനി ദുനൂബിൽ ഇളാം. ഈ അറഫാ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ധാരാളം അടിമകൾക്ക് അള്ളാഹു ഇറക്കി കൊടുക്കുന്നു. ആ അടിമകൾ ചെയ്തു കൂട്ടിയ ധാരാളം തെറ്റുകുറ്റങ്ങൾ, വലിയ പാപങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. ഇപ്പോൾ വർഷങ്ങളോളം പല മനുഷ്യരെയും പിന്നാലെ നടന്ന് ധാരാളം തെറ്റുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നരകത്തിൻ്റെ വക്കിലേക്ക് അവരെത്തിച്ചു. പക്ഷേ അറഫാ ദിവസത്തിൽ അവരൊക്കെയും അള്ളാഹുവിലേക്ക് കൈയുയർത്തി ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞപ്പോൾ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ ശൈത്താൻ വല്ലാതെ വിഷമിച്ചു പോവുകയാണ്, വല്ലാതെ ദേഷ്യം പിടിച്ചു പോവുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി മിനൻ നാരി മിൻ യൗമി അറഫ. അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അറഫാ ദിവസമാണ്. അതുപോലെ മറ്റൊരു ദിവസമില്ല. പരിശുദ്ധ റമളാനിലും മറ്റ് ശ്രേഷ്ഠമായ പല ദിവസങ്ങളിലും ധാരാളം ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അറഫാ ദിവസത്തെ അത്രയും കണക്ക് ആളുകളെ അള്ളാഹു മോചിപ്പിക്കുന്നില്ല. അപ്പോൾ അറഫയുടെ പ്രത്യേകത എത്രയാണ്! നമുക്ക് അള്ളാഹു കനിഞ്ഞരുളിയ ഒരു ദിവസമാണ്. തെറ്റുകളെല്ലാം റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് ദോഷങ്ങളൊക്കെ പൊരുത്തപ്പെടിച്ച് സ്വർഗം നേടാൻ പറ്റിയൊരു ദിവസം. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഹജ്ജിൻ്റെ വേളയിൽ ധാരാളം ആളുകൾ അവരിങ്ങനെ റബ്ബിലേക്ക് കരഞ്ഞ് ദുആ ചെയ്യുന്നത് കാണുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതേപോലെ കരഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരാളടുക്കൽ ചെന്നുകൊണ്ട് ഒരു ദിർഹമിനേക്കാൾ കുറഞ്ഞ ചെറിയൊരു ഫിൽസ്, ഒരു ദിർഹമിൻ്റെ 1/6 ഭാഗം എന്നൊക്കെ പറയാവുന്ന ചെറിയൊരു ക്യാഷ് ഒരാളോട് സഹായം ചോദിച്ചാൽ ആ മനുഷ്യൻ തരാതിരിക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും തരും. കാരണം കരഞ്ഞുകൊണ്ട് ഇത്രയും ആളുകൾ വന്ന് ചോദിക്കുന്നത് വളരെ നിസ്സാരമായ കാര്യമല്ലേ, ചെറിയ ഒരു ദിർഹം പോലും ചോദിക്കുന്നത്, അതിനേക്കാൾ കുറവല്ലേ ചോദിക്കുന്നുള്ളൂ, എന്തായാലും എല്ലാവരും കൊടുക്കും, വളരെ സിമ്പിളായ ഒരു കാര്യമാണല്ലോ. ഉടനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ലൽ മഗ്ഫിറതു ഇൻദല്ലാഹി അഹ്വന മിൻ ഇജാബത്തി റജുലിൻ ലഹും ബിദാനിഖ്. എന്നാൽ ഈ മനുഷ്യനോട് ആളുകൾ ചോദിക്കുന്ന ഇത്രയും നിസ്സാരമായ ക്യാഷ് കൊടുക്കുക അയാൾക്ക് വളരെ എളുപ്പമാണെങ്കിൽ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്നവൻ്റെ സാധുക്കളായ അടിമകൾക്ക് ആ മഗ്ഫിറത്ത് കൊടുക്കുക എന്നത്, ദോഷം പുറത്തു കൊടുക്കുക എന്നത് അള്ളാഹുവിന് ഇതിനേക്കാളും നിസ്സാരമായ കാര്യമാണ്, ഒരു പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ അള്ളാഹുവിന് നമ്മളെ ദോഷം പുറത്തു തരിക എന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായ കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം കൂടെയാണ്. അതുകൊണ്ട് അറഫ അത് നമുക്കുള്ള ദിവസമാണ്, അള്ളാഹു കനിഞ്ഞരുളിയ ദിവസമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുത്തിക്കൂടാ. നമ്മുടെ ദോഷങ്ങളൊക്കെ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് പാതിരാ സമയത്ത് പരിശുദ്ധമായ പകൽ സമയങ്ങളിലൊക്കെ നിസ്കാരത്തിന് ശേഷം മറ്റുള്ള സമയങ്ങളിലൊക്കെ തനിച്ചിരുന്നും കുടുംബമായും മജ്‌ലിസുകളിൽ പങ്കെടുത്തുമൊക്കെ അള്ളാഹുവിലേക്ക് നമ്മുടെ ദോഷങ്ങളൊക്കെ പറഞ്ഞെല്ലാം പൊരുത്തപ്പെടിക്കാൻ, സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ, നരകമോചനം ലഭിക്കാൻ നല്ലൊരു ദിവസമാണ്. ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകിച്ച് അറഫാ ദിവസത്തെ നോമ്പ് മുൻകഴിഞ്ഞൊരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കാൻ, ശേഷം വരാവുന്ന ഒരു വർഷത്തെ ദോഷം പൊറുക്കാനൊക്കെ പറ്റുന്ന അത്രയും മഹത്വമുള്ള നോമ്പ് കൂടെയാണ്. സാധാരണ ഒരു സുന്നത്ത് നോമ്പിനെ തന്നെ 70,000 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു അകറ്റി നിർത്തപ്പെടുന്ന മഹത്വമുള്ള നോമ്പുകളാണ്. അതേസമയം അറഫാ നോമ്പിന് അതിനേക്കാളും കൂടുതൽ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അന്നത്തെ നോമ്പോ മറ്റുള്ള മജ്‌ലിസുകളോ ദുആഇനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുതെന്ന് പ്രത്യേകം എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് എന്ന സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്ത് വസിയ്യത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.